ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഞാൻ ഇനി ഒരൊറ്റ പൂജാരിയുടെ അടുത്തേക്കും ഇല്ല. എനിക്ക് മതിയായി. ഉള്ളിൽ ചിരിച്ചോണ്ടാ ചെറിയമ്മ അവരൊക്കെ പൂജയ്ക്ക് നിന്നിരുന്നേ. ഇത് തന്നെയാ സംഭവിക്കാൻ പോകുന്നെന്ന് അവർക്കെല്ലാവർക്കും അറിയായിരുന്നു. ഏട്ടത്തി ഇനി ഒന്നും പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ പറ്റില്ല. നമ്മൾ അടുത്ത് ചെന്ന് നിന്നാ തന്നെ ഏട്ടത്തി ഓടിക്കളയും. ഇതിനൊക്കെ നമ്മൾ പകരം വീട്ടും ചെറിയമ്മേ. നിനക്ക് എഴുന്നേക്കാൻ പറ്റുന്നുണ്ടോ കൽപ്പനെ? ഓ ഇല്ല. അത് പറ്റിയിട്ട് പോരെ നിന്റെ അടുത്ത വെല്ലുവിളി. എത്ര ക്രീമുകൾ തേച്ചു പിടിപ്പിച്ച ഞാൻ എന്റെ ശരീരം കൊണ്ട് നടക്കുന്നേ. ആ കാര്യമേ ആ പൂജാരിക്ക് അറിയില്ലല്ലോ. അറിഞ്ഞിരുന്നെങ്കിലേ അതും ചേർത്ത് കിട്ടിയനെ. മക്കളെ, നിങ്ങൾക്ക് ശരീരം വേദനിക്കോ ബുദ്ധിമുട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? പൂജയുടെ ഭാഗമായിട്ട് തല്ലിയതല്ലേ, അതൊന്നും ശരീരത്തിൽ ഏൽക്കില്ല. അതെ അതെ അതെ, അടി കിട്ടിയത് ആത്മാവിനല്ലേ. പ്രിയങ്കയുടെ ആത്മാവിന് വേദനിക്കോ? രാധിക മോളെ, മോൾക്ക് ഇവരോടൊന്നും പറയാനില്ലേ? പിന്നെ എനിക്കല്ലേ മുത്തശ്ശി പറയാനുള്ളത്. ഏട്ടത്തെ ഇപ്പൊ പറ, ഇപ്പൊ എന്റെ ശരീരത്തിൽ പ്രിയങ്കയുടെ ആത്മാവ് ഉണ്ടോ? ഉണ്ടോ ചെറിയമ്മേ? ഇല്ല. ആ, ഏട്ടത്തിക്കും ചെറിയമ്മയ്ക്കും ശരീരം ചൂട് പിടിക്കുവതെല്ലാം വേണോ? അല്ല, വേണമെങ്കിൽ പറഞ്ഞാ മതി. ഞാനിവിടുത്തെ അടുക്കളക്കാരിയല്ലേ, വെറും അടുക്കളക്കാരി. കൽപ്പനെ, നമുക്ക് പോവാം. ഒരു കാര്യം രണ്ടുപേരോടും വ്യക്തമായിട്ട് പറഞ്ഞേക്കാം. വേണമെങ്കിൽ രണ്ടുപേരും ഇത് ഇവിടെ വച്ച് നിർത്തിക്കോണം. അല്ലാതെ എന്തെങ്കിലും കള്ളക്കളി കളിച്ച് രാധികയുടെ ദേഹത്ത് പ്രിയങ്കയുടെ ആത്മാവുണ്ടെന്ന് ഇനി വരുത്തി തീർത്ത. ഇപ്പൊ കുറച്ച് കഷ്ടപ്പെട്ടെങ്കിലും നടക്കുന്നുണ്ട്, അതങ്ങ് അവസാനിപ്പിക്കും, കിടത്തിക്കളയും. എടത്തി, ഈ മുത്തശ്ശി ചില വാക്കുകൾ പറയുമ്പോ സൂക്ഷിക്കണം കേട്ടോ. ഓനെ വരുണേ, മുത്തശ്ശി പറയുന്നത് അനുസരിച്ച് അവരെ കിടത്തിക്കളന്ന് പറഞ്ഞാലേ എന്റെ അമ്മോ ഞാനങ്ങ് അനുസരിച്ച് പോവേ. അടിച്ചാ തിരിച്ചടി കിട്ടും. ഇനി അതില് രണ്ടുപേർക്കും സംശയം വേണ്ട. അപ്പൊ വണ്ടി വിട്ടാട്ടെ. അയ്യോ.